ഇതാണ് ഫുള്ള് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ എന്ന് പറഞ്ഞത്. അത് ഇവിടെ ഒരു മോട്ടറും കാര്യങ്ങളൊക്കെ മോട്ടർ ഉണ്ട്. പിന്നെ അത് എനിക്കിത് കോഴിമുട്ട ഓട്ടോമാറ്റിക് ആയിട്ട് തിരിഞ്ഞോളൂ. ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ കോഴിമുട്ട വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടർ തിരിഞ്ഞതിനനുസരിച്ച് കോഴിമുട്ടൊക്കെ തിരിഞ്ഞോളൂ. എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് ഈ മോട്ടർ? ഇത് നമ്മൾ അത് 3 മണിക്കൂർ കൂടുമ്പോൾ ഒരു 12 സെക്കൻഡ് തിരിഞ്ഞോളൂ. 12 സെക്കൻഡ് തിരിഞ്ഞോളൂ. അപ്പൊ നമ്മളിതിപ്പോ ഇന്ന് വെച്ചു, പിന്നെ അതെന്നാ നമ്മൾ തുറന്നു നോക്കണ്ടേ? ഇത് നമ്മൾ വെച്ച് നമ്മൾ ഇടയ്ക്ക് ഒരാഴ്ചയിൽ ഒരിക്കൽ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി തുറന്ന് നോക്കുക. പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് ടോർച്ച് വെച്ച് നോക്കിയിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കുക. ബാക്കിയുള്ളത് എന്താ ചെയ്യുക? റിമൂവ് ചെയ്യുക. പിന്നെ കോഴിമുട്ട കളയാനാണോ പറ്റുള്ളൂ? അത് പിന്നെ നമ്മൾ കളയാനാണ് ഏറ്റവും നല്ലത്. പിന്നെ 18 ദിവസം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന് എന്താ ചെയ്യുക? അതിന് സ്വിച്ച് ഉണ്ട്, ബാക്കിൽ തന്നെ സ്വിച്ച് ഉണ്ട്. ഇത് ആദ്യം നമ്മൾ ഓൺ ആക്കി കൊടുക്കണം. കോഴിമുട്ട വെച്ചതിന് ശേഷം ഓൺ ആക്കി കൊടുക്കുക. പിന്നെ 18 ദിവസം കഴിഞ്ഞ ദിവസം ഇത് ഓഫ് ആക്കി കൊടുക്കുക. ഓക്കെ. പിന്നെ ബാക്കി നമ്മൾ ഇത് തിരിയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 18 ദിവസം മാത്രം തിരിഞ്ഞാൽ മതി. ലാസ്റ്റത്തെ 3 ദിവസം തിരിയേണ്ട ആവശ്യമില്ല. അപ്പൊ മാനുവലായി ചെയ്യണതിനൊക്കെ അങ്ങനെ തന്നെയാണോ? മാനുവൽ ആകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് തിരിച്ചു കൊടുക്കുക ചെയ്യാം. അപ്പൊ അത് 18 ദിവസം തന്നെ നമ്മൾ 18 ദിവസം വരെ തിരിച്ചു കൊടുത്താൽ മതി. ലാസ്റ്റത്തെ 3 ദിവസം തീരേണ്ട ആവശ്യമില്ല. അത് എല്ലാത്തിനും സെയിം ആണ്? എല്ലാ കോഴി, കാട, താറാവ് എല്ലാത്തിനും സെയിം ആണ്. ഓക്കെ. ഇതിപ്പോ എത്ര എണ്ണം കൊള്ളും? എന്താണ് ഇതിൽ 35 എണ്ണം വെക്കാൻ പറ്റും. ഓക്കെ. ഇതിന്റെ വലുതുണ്ടോ വേറെ? ഇതിൽ പിന്നെ 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക്. ഓക്കെ. എങ്ങനെ രണ്ടിനും റേറ്റ് ഒക്കെ വരുന്നത്? 35 എണ്ണം വെക്കേണ്ട റേറ്റ് വേണ്ടത് 3000 രൂപ റേറ്റ് വേണ്ടത്. കൊറിയർ ചാർജ് അടക്കം 3200. കേരളത്തിൽ നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ വലുതിന് എത്ര വരുന്നത്? വലുത് വരുന്നുണ്ട് 60 കോഴിമുട്ട വെക്കുന്നുണ്ട്. ഓക്കെ. അതിനെങ്ങനെയാണ് റേറ്റ്? അത് റേറ്റ് 3800 ആണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത്.